ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ ദിവസമായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അതായത് ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ഞാൻ കുറേ ഷോർട്സാണ് ഇട്ടത്. അപ്പം നിങ്ങൾ ഷോർട്സൊക്കെ കണ്ടായിരുന്നു. അപ്പം ഇന്നാണെങ്കിൽ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് എന്തൊക്കെയോ ബേക്ക് ചെയ്യാനൊരു കൊതി. സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അത്യാവശ്യത്തിന് ബേക്ക് ചെയ്യാനുള്ള പഴവും കൊക്കോ പൗഡറൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബനാന ബ്രെഡ് പോലത്തെ എന്തെങ്കിലും അങ്ങനെ തട്ടിക്കൂട്ടാന്ന് കരുതി കേട്ടോ. ഇങ്ങനെ കഴിക്കാറ് കൊതി. ഞാനിങ്ങനെ അധികം ബേക്ക് ചെയ്തൊന്നും കഴിക്കാറില്ല. അപ്പം നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ പിന്നെ സമ്മറായി, നല്ല ചൂട് വരാനുള്ള നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. ഈ മാസം തന്നെ നല്ല ചൂടാവും. ഇപ്പം തന്നെ നല്ല അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബനാന വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിലാണ് ബേക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഇത് ചെറിയൊരു പാത്രമാണ്, ഇത് മതി, നമ്മൾ ട്രൈ ചെയ്യണമല്ലേ. അപ്പം സംഭവം പൊളിഞ്ഞു പോവുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് റിഗ്രറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് എമൗണ്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പഴം കുറച്ച് ഇവിടെ നിന്ന് അടിച്ച് മാറ്റിയുള്ള തിന്നുകൊണ്ടിരിക്കും. ഇത് എപ്പോൾ തിന്നുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എങ്ങനെയാണ് എങ്ങനെ എടുത്തോ എന്തോ ഈ പഴം. കുഴപ്പമില്ല, നമുക്ക് ഇത്രയും മതി. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ബനാന ഒന്ന് സ്മാഷ് ചെയ്യണം. ഞാൻ മുട്ട ഒഴിക്കുന്നില്ല, മുട്ട ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പാൽ ഒഴിക്കണം. ഇതിലോട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗറിന് പകരം നമ്മുടെ ശർക്കര ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. കുറച്ച് ഓയിൽ ഞാൻ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് വെക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വാനില എസൻസും പിന്നെ അല്ലാതെ തന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. വാനില ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഞാൻ വാനില എസൻസ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡർ ഇട്ടതുകൊണ്ട് അതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലോട്ട് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് ഓട്സ് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എൻ്റെ ഇപ്പോൾ ഓട്സ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല, മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് കറക്റ്റ് മൈദയല്ല. ഇവിടെ നമ്മളിങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് സെപ്പറേറ്റ് ആയിട്ടൊരു മാവ് കിട്ടും, ആ മാവാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് അതൊരു നമ്മൾ ബേക്ക് ചെയ്യേണ്ട ഏത് പാത്രത്തിലാണോ ആ ബേക്കിംഗ് പാത്രത്തിലോട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നമ്മൾ ചോക്ലേറ്റ് ചിപ്സാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചോക്ലേറ്റിനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് നമ്മുടെ ഓവനിലോട്ട് വയ്ക്കാം. ഞാൻ 180 ഡിഗ്രിയിൽ ഒരു 25-30 ഒക്കെ ടൈമറാണ് വെച്ചിരിക്കുന്നത്. ഹലോ, ഷൂ എടുത്ത് എവിടെ പോവാ? ഉടുപ്പൊക്കെ അഴുക്കാക്കി അല്ലേ? വെരി ഗുഡ്. നമുക്കിനി എടുക്കാം കേട്ടോ. ഇത് കണ്ടിട്ട് ഒരാൾ പറയാ വാഴക്കപ്പാണെന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. പഴമുണ്ട്. ഇത്രയും വലിയൊരു കോംപ്ലിമെന്റ് എനിക്ക് കിട്ടാനില്ല. നമ്മളിത് അത്യാവശ്യം 3-4 ബനാനയൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയാലായിരിക്കും നല്ല അടിപൊളിയായിട്ട് വിട്ടൊക്കെ ഇട്ട് വരുന്നത്. ഇപ്പൊ പറഞ്ഞാല് എന്താണ് പഴംപൊരി അല്ലെങ്കിൽ ചപ്പാത്തി പോലെ ഇരിക്കുന്നതാണ്. പക്ഷെ ടേസ്റ്റ് കൊള്ളാം. കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ. കേൾക്കണം. ഇതിങ്ങനെ അടുത്തൊന്ന് കാണിച്ചെടുക്കാം. ഇങ്ങനെ എടുക്കാം. ആളുകൾ പേടിച്ചുവല്ലോ.
കൊള്ളത്തില്ലേ? അനക്കിഷ്ടായില്ലേടാ? അനക്കിഷ്ടായില്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.